ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ വേദനിക്കുന്ന മാനസിക വ്യഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേദനയാണ് വിരഹം എന്ന് പറയുന്നത്. സ്നേഹിച്ച് ജീവിതത്തിൽ തോളോട് തോളു ചേർന്ന് മെയ്യോട് മെയ്യായി കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഒരു നിമിഷം അപ്രത്യക്ഷമാവുമ്പോൾ, ഇനി കൂടെയില്ല എന്നറിയുമ്പോൾ, കിടക്കപ്പാതിരാവിൽ തപ്പി നോക്കുമ്പോൾ അപ്പുറത്ത് അയാളുടെ അസാന്നിധ്യം ഫീൽ ചെയ്യുമ്പോൾ, അയാളുടെ പുഞ്ചിരി ഇനി എന്നെ വരവേൽക്കാനില്ല എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ, അയാളുടെ കോപിക്കാൻ വേണ്ടിയാണെങ്കിലുമുള്ള ഇടയ്ക്കിടക്കുള്ള വിളികൾ ഇനി ഉണ്ടാകില്ല എന്നറിയുമ്പോൾ, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വേദനയോളം ഒരു വേദനയും മാനസികമായി ഒരു മനുഷ്യൻ അനുഭവിക്കാനില്ല. ആ വേദന ഏറ്റവും കൂടുതൽ അനുഭവിച്ചവരായിരുന്നു ഹബീബായ റസൂൽ. ജനിക്കും മുമ്പേ പിതാവ് വഫാത്തായി, അല്പസമയം കഴിഞ്ഞ് ജനനശേഷം മാതാവ് വഫാത്തായി, മക്കളിൽ ഭൂരിഭാഗവും ജീവിതകാലത്ത് തന്നെ വിട പറഞ്ഞു. സഹധർമ്മിണിയായ സ്നേഹദിതിയായ ഖദീജ ബീവി വഫാത്തായി. ചെറിയ കുട്ടികളുണ്ടായിരിക്കുന്ന സമയത്തിൽ സംരക്ഷണം ഏറ്റെടുത്തിരുന്നവർ വഫാത്തായി. ആമുൽ ഹുസിൻ എന്നറിയപ്പെടുന്ന വർഷം പോലും, ദുഃഖവർഷം എന്ന് പറയുന്ന വർഷം പോലും റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിലുണ്ടായിട്ട് വലിയ വേദനകളും പ്രയാസങ്ങളായിരുന്നു ഹബീബായ റസൂൽ അവിടുന്ന് അനുഭവിച്ചത്. പക്ഷെ ആ വിരഹത്തിലും വേദനയിലുമൊക്കെ, ഈ വിരഹത്തിനും വേദനക്കും അപ്പുറത്ത് അത് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായം വരാനുണ്ടെന്നൊരു പ്രത്യാശയാണ് ഒരു മുഅ്മിനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെ സന്തോഷം നൽകുന്ന കാര്യം. ഒരു ഖുദ്സിയായ ഹദീസിൽ ഇങ്ങനെ പറയുന്നത് കാണാൻ കഴിയും: മാലി അബ്ദി അൽ മുഅ്മിൻ, എൻ്റെ മുഅ്മിനായ ദാസനില്ല, ഇന്ദി ജസാഉൻ, എൻ്റെ അടുക്കൽ പ്രതിഫലമില്ല, ഇല്ലൽ ജന്ന, സ്വർഗ്ഗമില്ലാത്ത പ്രതിഫലമല്ല. ആർക്കാണ് ഈ സ്വർഗം പ്രതിഫലം നൽകപ്പെടുന്നത്? ഇദാ ഖബൽതു സഫിയ്യഹു മിൻ അഹ്ലി ദുനിയ, ദുനിയാവിൽ വെച്ച് അവൻ്റെ സഫീനെ, സഫി എന്ന് പറഞ്ഞാൽ അവൻ അത്രമേൽ പ്രിയപ്പെട്ടിരുന്നവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന ഒരാൾ, ആ ആളെ ഞാൻ അയാളെ പിടിക്കുകയും എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതകാലത്ത് തൻ്റെ കൂടപ്പറപ്പിനെ, തൻ്റെ ശരീരത്തിൻ്റെ നല്ല പാതിയെ, തൻ്റെ പിതാവിനെ അല്ലെങ്കിൽ മാതാവിനെ അല്ലെങ്കിൽ മക്കളെ ഞാൻ ഒരാളെ പിടിച്ചാൽ അയാളുടെ റൂഹ് ഞാൻ പിടിച്ചു, എന്നിട്ട് സുമ്മഹ്തസബഹു, പിന്നെ അയാൾ അതിന് അല്ലാഹുവിൻ്റെ കൂലിയെ പ്രതീക്ഷിച്ചു. ഞാനിതിൽ ക്ഷമിച്ചാൽ, ഈ വേദനയിൽ ഞാൻ സഹനം കൈക്കൊണ്ടാൽ, ക്ഷമിച്ചാൽ അള്ളാഹു ഇതിനെനിക്ക് വലിയ പ്രതിഫലം എനിക്ക് നൽകും എന്നുള്ള ആ ഒരു പ്രത്യാശയിൽ ആർക്കെങ്കിലും ആ രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞാൽ അള്ളാഹു പറയാണ് അയാൾക്ക് പ്രതിഫലമില്ല, ഇല്ലൽ ജന്ന, സ്വർഗ്ഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല എന്നത്. കാരണം ആ ഒരു വേദനയെ കടിച്ചമർത്തി പിടിച്ചു വെക്കുക എന്നതോളം മറ്റൊരു വേദനയില്ലല്ലോ. മഹാനായിരിക്കുന്ന അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമ്മു സുലൈം ബീവിയുടെയും ചരിത്രം നമുക്കറിയാം. അറ്റുനോറ്റ പുന്നാര മകൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഭർത്താവ് ദീർഘദൂര യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ആ യാത്രാ ക്ലേശത്തിൽ തന്നെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, മനസ്സിനെ പ്രയാസത്തിലാക്കുന്ന ഈ വാർത്ത ഭർത്താവിനോട് പറയാതെ, ഭർത്താവ് കുടിച്ചൊരുങ്ങി ഫ്രഷായി യാത്രാക്ഷീണമൊക്കെ കഴിഞ്ഞ് സുഖപ്പെട്ട് അദ്ദേഹം അത് സ്വീകരിക്കാൻ മാനസികമായി പരുവപ്പെട്ടു എന്ന ഒരു സാഹചര്യം എത്തിയപ്പോഴാണ് മഹദിയായിരിക്കുന്ന ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ, ഒരാൾ നമുക്കൊരു സാധനം വായ്പയായി തന്നു എന്ന് വിചാരിക്കുക, അങ്ങനെ അയാൾ തിരിച്ചു ചോദിക്കുന്ന സമയത്ത് ആ സാധനം നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടയോ എന്നൊക്കെ മുഖവുരയിട്ടുകൊണ്ട് സമാശ്വസിപ്പിച്ചുകൊണ്ട് മുസ്ലിം ബീവി അബൂ ത്വൽഹയോട് പറഞ്ഞു, നമുക്ക് അള്ളാഹു സമ്മാനമായി നൽകിയിരുന്ന നമ്മുടെ മകനെ അള്ളാഹു തിരിച്ചു വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മഹാനായിരിക്കുന്ന അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് അത് സഹിക്കാനും താങ്ങാനുമായില്ല. ഹബീബായ റസൂലിൻ്റെ അടുക്കിലേക്ക് ഓടിപ്പോയി പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലേ, മുസ്ലിം ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്, ഞങ്ങളുടെ മകൻ മരണപ്പെട്ടു പോയി, ഞാൻ വന്ന ഉടനെ എന്നോട് വിവരം പറഞ്ഞില്ല റസൂലേ, ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂലുക്ക് അന്നേ ദിവസത്തെ രാത്രിയിൽ ബറക്കത്തിനു വേണ്ടി അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന സമയങ്ങൾ വരുമ്പോൾ അതിൽ ക്ഷമിക്കാനും സഹിക്കാനും, ഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, നിശ്ചയമായിട്ടും ഒരു പ്രയാസം കഴിഞ്ഞിട്ടാണ് ഒരു എളുപ്പം ഉണ്ടാകുന്നത്. അപ്പോൾ ആ പ്രയാസം കഴിയുന്ന സമയത്ത് നമ്മൾ അതിനെ ഒരു ബാധ്യതയും വിഷമവും നമുക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്നുള്ളൊരു മാനസികാവസ്ഥയിലും നിൽക്കാതെ അതിൽ ക്ഷമിച്ചും സഹിച്ചും നിന്നാൽ ഇൻഷാ അള്ളാഹു വലിയ ഉന്നതങ്ങളായിട്ടുള്ള നേട്ടങ്ങൾ അതിന് പിറകെ നമുക്ക് കാത്തുവച്ചിട്ടുണ്ട്. അള്ളാഹു നാം ഏവരെയും നമ്മുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ച് അവൻ്റെ റഹ്മത്തും റാഹത്തും നമ്മുടെ ജീവിതത്തിലേക്ക് സദാ വർഷിപ്പിച്ചു തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.